ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ മുരിങ്ങയ്ക്ക കൊണ്ട് അടിപൊളി ഒരു ഫ്രൈ തയ്യാറാക്കിയാലോ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. മുരിങ്ങയ്ക്ക കൊണ്ട് നമ്മൾ പല റെസിപ്പികളും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വാ നമുക്ക് തയ്യാറാക്കി നോക്കാം. അപ്പൊ നമ്മൾ മുരിങ്ങയ്ക്ക ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒന്ന് വേവാൻ വേണ്ടി മാത്രം. എന്നിട്ട് നമ്മളിടുമ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയാ. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. അപ്പൊ നമുക്കിന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു സംഭവം തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സവാള, ചെറുതായി അരിഞ്ഞ 2 സവാള. ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. സവാളയൊക്കെ ഒന്ന് വഴന്നു വരുന്ന സമയത്ത് പൊടി ഐറ്റംസുകളാണ്. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരുംജീരകം. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. മസാലയുടെ പച്ചമുളകൊക്കെ മാറി വരുന്ന സമയത്ത് മെയിൻ ഐറ്റം മുരിങ്ങയ്ക്കയാണ്. നമ്മൾ വേവിച്ചെടുത്ത മുരിങ്ങയ്ക്ക നമ്മളിപ്പോൾ അതിൽ നിന്ന് കോരി ഇടുകയാണ്. ഇട്ടിട്ട് നമുക്ക് അതിൽ നിന്ന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലേ എങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാകും. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഐറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു കറി നിങ്ങൾ തയ്യാറാക്കാൻ നിൽക്കത്തില്ല. അത്രയ്ക്ക് അടിപൊളിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേരുന്നു.